ഇവരെ പോലെ 2 ലക്ഷത്തിനടുത്ത ആളുകളാണ് സ്വന്തം വീടൊഴിഞ്ഞ് പലായനം നടത്തുന്നത്. സാധാരണക്കാര് മാത്രമല്ല, ലോസ് ഏഞ്ചൽസിലെ ഹോളിവുഡ് ഹിൽസിലെ കോടീശ്വരന്മാർ വരെ പ്രാണനും കൊണ്ട് ഓടുകയായിരുന്നു. അത്രയും ഭയാനകമായിരുന്നു അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിനെ വിഴുങ്ങിക്കൊണ്ടിരുന്ന തീഗോളങ്ങൾ. 4 ദിവസം മുന്നേ ജനുവരി 8-ന് ചെറുതായി ആരംഭിച്ച കാട്ടുതീ ലോസ് ഏഞ്ചൽസിലെ സുപ്രധാനമായ സൺസെറ്റ് ബോൾവേ അടക്കം 6 സ്ഥലങ്ങളിൽ പടർന്നു പിടിക്കുകയായിരുന്നു. 40,000-ത്തിനടുത്ത് ഏക്കറുകളെ തീഗോളങ്ങൾ വിഴുങ്ങിയതായാണ് കണക്കുകൾ. 10ഓളം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതായും കണക്കുകൾ പറയുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സജ്ജീകരണങ്ങൾ ഒരുക്കി അമേരിക്ക ഇതിനെ പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കാറ്റിൻ്റെ ശക്തി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയായിരുന്നു. എന്നാലും പ്രതിസന്ധികളെ അതിജീവിച്ച് നാടിനെ രക്ഷിക്കാനായി അവർ അഹോരാത്രം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം വീടും നാടും നഷ്ടപ്പെട്ട് പ്രാണരക്ഷാർത്ഥം കൈക്കുഞ്ഞുമായി ഓടുന്ന കാഴ്ച മനസ്സിൽ കരുണ പറ്റാത്ത ഏതൊരു മനുഷ്യരെയും നൊമ്പരപ്പെടുത്തുന്നത് തന്നെയാണ്. അതിങ്ങ് ഗാസയിലായാലും അങ്ങ് അമേരിക്കയിലായാലും. എന്തായാലും പൂർവാധികം ശക്തിയോടെ പഴയ ലോസ് ഏഞ്ചൽസിനെ തിരിച്ചു കൊണ്ടുവരാൻ കാലിഫോർണിയ സിറ്റിക്ക് സാധിക്കട്ടെ.